ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇയാളുമായിട്ട് എനിക്ക് നേരത്തെ നല്ല പരിചയമുണ്ടായിരുന്നു. കാരണം ഇയാൾ ആക്ടിവിസ്റ്റായിട്ടിരുന്ന സമയം മുതൽ. പിന്നീട് ഇയാൾ പൊളിറ്റിക്സിൽ വന്നു. ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുന്നു, ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റ് ട്രാൻസ്ഫോം ചെയ്ത് പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുന്നു. ഇലക്ഷൻ മത്സരിക്കുന്ന ആദ്യം ചെറിയ ഭൂരിപക്ഷത്തിലാണ് പാർട്ടി കിട്ടുന്നത്. വീണ്ടും അവർ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നു. ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, കേജ്രിവാൾ എന്ന് പറയുന്ന ആളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പറ്റിയ ആളല്ല, ഡിക്റ്റേറ്ററാണ്, അഹങ്കാരിയാണ്, ഇയാൾ അമിത വിനയം കാണിക്കുന്നത് കപടതയാണ്, കള്ളത്തരമാണ്. രാഷ്ട്രപതി ഭവനിൽ, അതായത് ടോയ്ലറ്റ് സാൻഡിൽ വിട്ടുകൊണ്ട് പോയത് തെറ്റാണ്. ഇതൊക്കെ ഞാൻ പല ആവർത്തി പറഞ്ഞു. അപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ പറയുമ്പോൾ നിങ്ങളാരും എന്നെ വിശ്വസിച്ചില്ല. നിങ്ങൾ എന്നെ അതിശക്തമായ രീതിയിൽ എനിക്ക് അസൂയാണ്, വാടയാണ്, ഓടയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ വല്ലാത്ത രീതിയിൽ നിങ്ങൾ ആക്രമിച്ചു. പക്ഷെ എൻ്റെ കൺവിക്ഷനായിരുന്നു അത് തുടർന്നു കൊണ്ടേയിരിക്കുക. അതിനുശേഷം ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിൻ്റെ കൺവീനറായിട്ട് ഒരു ദുഫൈൽ പി ടി, പുള്ളി എൻ്റെ കൂടെ തെഹൽക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സഹപ്രവർത്തകരാണ്. അപ്പം അവൻ എന്നോട് വന്ന് കാരണം കേരളത്തിൻ്റെ കൺവീനറായിട്ട് നിയമിച്ച സമയത്ത് അവൻ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് കാര്യം പറഞ്ഞു. ഏകദേശം ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ട് പറഞ്ഞ്, ഈ കേജ്രിവാൾ കള്ളനാന്ന് പറഞ്ഞു. അയാളെല്ലാം വേണ്ട ഇയാൾ ഈ പറയുന്ന മുഖമല്ല യഥാർത്ഥം, ഇയാൾ ശരിക്കും കൈക്കൂലിയുടെ ആൾ തന്നെയാണ്. അപ്പോഴും ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചത്, ഇവൻ പറയുന്നതിന് മുമ്പേ, തുഫൈൽ പറയുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു. പിന്നീട് കേജ്രിവാളിൻ്റെ കൂടെ ആ മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്ന പല ആൾക്കാരെ ഇയാൾ പുറത്താക്കി, ഇൻക്ലൂഡിങ് പ്രശാന്ത് ഭൂഷൺ, ആശിഷ് കേതൻ, എൻ നമ്പർ ഓഫ് പീപ്പിൾ. കാരണം ഇതൊരു ബേസിക്കലി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അത് കൺവേർട്ട് ചെയ്ത് പൊളിറ്റിക്കൽ പാർട്ടി ആയത്. മുഴുവൻ പേരെ ഒതുക്കി. അപ്പോഴും ഞാനിത് പറയുന്നുണ്ട്, ഇയാളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഡൽഹി എന്ന് പറഞ്ഞ സിറ്റി നശിപ്പിച്ചത് കേജ്രിവാളാണ്. അത് ഡേർട്ട് സിറ്റിയാക്കി മാറ്റി ഡൽഹി. അപ്പം ഡൽഹിയുടെ ഇയാൾ മുഴുവനും കുറ്റം പറഞ്ഞ ഷീലാ ദീക്ഷിത്, കോൺഗ്രസ് പാർട്ടി, പിന്നെ BJP, ഇവരെ ഇയാൾ ആൾക്കാരെ പറ്റി വേണ്ടാത്ത അലിഗേഷൻ പറയും. ഈ എല്ലാവരെ പറ്റി പറഞ്ഞു. ഗഡ്കരിയെ പറ്റി പറഞ്ഞു, കപിൽ സിബലിനെ പറ്റി പറഞ്ഞു, അരുൺ ഷൂറിയെ പറ്റി പറഞ്ഞു, എല്ലാവരെ പറ്റി പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ കണ്ടു കാണും, ഇയാൾ എല്ലായിടത്തും പോയി ക്ഷമയും ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇവനെ വിശ്വസിക്കരുത്, ഇയാൾ ആൾ ശരി. അപ്പോൾ ഡൽഹിയിലുള്ള പല മലയാളികളും എനിക്കെതിരെ ഫൈറ്റിങ്ങാണ്. കാരണം ഇവരൊക്കെ കാണുന്ന കേജ്രിവാൾ നിങ്ങൾ പത്രത്തിൽ കാണുന്നത്, അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലിൽ കാണുന്ന അയാളുടെ സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങൾ കാണുന്നത്. ഇയാളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന പല ആൾക്കാരെ എൻ്റെ പേഴ്സണൽ ഫ്രണ്ടാണ്. അപ്പോൾ അവർ പറയും, ഇയാൾ ആൾ ശരിയല്ലേ, ഇയാൾ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ മുമ്പിൽ കാണുന്ന അല്ല ഇയാൾ ശരിക്കും പ്രവർത്തിക്കുന്നത്. ഈ മദ്യ അഴിമതി കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഞാൻ പറഞ്ഞു, ഇയാളെ വിശ്വസിക്കരുത്, കള്ളനാ. കാരണം ഇയാൾ പണം അടിച്ചു മാറ്റിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. കാരണം അത് പല തെളിവുകളുണ്ട്, പല കോടതിയിൽ പോയിട്ട്. അപ്പോൾ കോടതിക്കെതിരെയായി. അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ മുഴുവൻ തകർക്കുന്നയാളാണ്. ഡൽഹിയിൽ ഇലക്ഷനിൽ, പാർലമെൻറ്റ് ഇലക്ഷനിൽ കേജ്രിവാളിൻ്റെ പാർട്ടി മുഴുവനും തോറ്റുപോയി. അന്ന് ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂഷനായ ഇലക്ഷൻ കമ്മീഷൻ്റെ EVM ഇയാളാണ് ഈ ആദ്യം ഇഷ്യൂ ഉണ്ടാക്കുന്നത്. അവിടെ പാർലമെൻറ്റിൽ സൗരഭ് എന്ന് പറഞ്ഞ ഒരു പിന്നീട് മന്ത്രിയായി. ആ MLA വന്നിട്ടൊരു അതേപോലെ ഒരു മിഷൻ കൊണ്ടുവന്നിട്ട് കപടതയും കള്ളത്തരവും കൊണ്ടൊരു സംഭവം കാണിക്കുന്നു. ഇത് പിന്നെ രാഹുൽ ഗാന്ധി ഏറ്റുപിടിക്കും. ആലോചിച്ച് നോക്ക്, എത്രമാത്രം ഡാമേജ് ചെയ്യുന്ന ദുഷ്ടനാണിവൻ. ഈ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ തെറ്റുണ്ടെങ്കിൽ തെറ്റ് പറയേ, പക്ഷെ ഫേബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കപടതയും കള്ളത്തരവും കൊണ്ടുവന്ന് നശിപ്പിക്കുന്ന ഒരാളെ ആരാണ് ഇത്രമാത്രം കേരളത്തിലെ സ്റ്റാറും സൂപ്പർ സ്റ്റാറും ആക്കിയത്? കേരളത്തിലെ മീഡിയൻ, ഈ പറയുന്ന മഹാനായ യൂട്യൂബർ, അവരല്ലേ പറയുന്നത് കേജ്രിവാൾ അതാണ് ഇതാണ്. അപ്പോഴും ഞാൻ പറയുന്നത് ഫ്രീ ബീസ്,
അതായത് ആൾക്കാർക്ക് ഈ പൂർണ്ണമായിട്ടും അത് സൗജന്യം ഇത് സൗജന്യം റേഷൻ വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നു. ആ പരിപാടി ഇത് ആൾക്കാരെ മടിയന്മാരാക്കും. അത് കേരളത്തിലെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും BJP ഭരിക്കുന്ന സ്റ്റേറ്റും കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റ് അഡോപ്റ്റ് ചെയ്തു. ബേസിക്കലി അത് ഇന്ത്യയുടെ വളർച്ച താപ്പോട്ടിങ് കൊണ്ടുപോയി. ഇതും ഞാൻ പറഞ്ഞു ഇത് തെറ്റ. ആവശ്യമുള്ളവർക്ക് കൊടുക്കുക. അപ്പോൾ ആവശ്യമില്ലാത്ത പല ആൾക്കാർക്കും ഈ പറയുന്ന ഇലക്ട്രിസിറ്റി 200 യൂണിറ്റ് ഫ്രീ കൊടുക്കേണ്ട ആവശ്യം എന്തു? അവർക്കിതിന് വെള്ളം ഫ്രീ കൊടുക്കുന്നത്? അവർക്കിത് വാങ്ങാനുള്ള ബൈങ് പവറുണ്ട്. എന്തിനാ അവർക്ക് ഫ്രീ കൊടുക്കുന്നത്? ഇതൊക്കെ ആൾക്കാരെ കാണിച്ച് പ്രീതിപ്പെടുത്തി, അതായത് വോട്ട് എങ്ങനെ വാങ്ങി എല്ലാവരെയും ചലഞ്ച് ചെയ്യുക. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റി ഏറ്റവും മോശമായ കമൻറ്റുകളാണ് കേജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ കോവിഡിൻ്റെ സമയത്ത് അയാളുണ്ടാക്കിയ പാനിക്ക് നിങ്ങൾക്കറിയോ? കാരണം ഞാൻ ഡൽഹിയായിട്ടാ എന്താണ് പറഞ്ഞത്? ഓക്സിജൻ ഇല്ലാതെ കേന്ദ്രം തരുന്നില്ല, ആദ്യം വെച്ചേക്കുക. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ഇല്ല. ഓക്സിജൻ്റെ ഡിമാൻഡ് കൂടി പല ആശുപത്രികളിലും. അപ്പോൾ അത് പെട്ടെന്ന് എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്യണം. അതിന് ഇയാൾ പറഞ്ഞ് അടുത്ത കഥ അത് വെച്ചുകൊണ്ട് അടുത്ത ഇലക്ഷൻ ജയിക്കുന്നു. അതായത് ഒരിക്കലും നമ്പാനും വിശ്വസിക്കാൻ കൊള്ളാത്ത ഭൂലോക കള്ളനെ ഈ മലയാളി പത്രങ്ങളും ഈ പറയുന്ന മഹാനായ സോഷ്യൽ മീഡിയയും വലിയ അവതാരമാക്കി മാറ്റി. അന്ന് നിങ്ങൾ എന്നെ പച്ചത്തെറി വിളിച്ചു. അവസാനം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടി കാണും. ശീഷ് പഹാൾ ഏകദേശം 40-50 കോടി രൂപ അടിച്ചു മാറ്റി കണ്ണാടി കൊട്ടാരം, അത് മറ്റേ വള്ളിച്ചെരുപ്പിട്ട് നടക്കുന്നവനാ. നിങ്ങൾ എളിമയൊക്കെ കാണിക്കാം. ഈ ഓവർ എളിമ കാണിക്കുന്നത് പകകളായിരിക്കും. 100% അങ്ങനെ. അത് കേജ്രിവാളിൻ്റെ കാര്യത്തിൽ ശരിയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ കുഴിച്ചു മൂടാൻ ശ്രമിച്ചയാളാണ് കേജ്രിവാൾ. ഇത് അവസാനം നിങ്ങൾ ഇലക്ഷൻ വന്ന് റിസൾട്ട് വന്ന് ഇയാളുടെ പല ആൾക്കാരെയും പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇവരൊക്കെ ഇലക്ഷനും തോറ്റു. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് സത്യമായിരുന്നു. എത്രയോ എൻ്റെ പോസ്റ്റുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ എഴുതിയേക്കുന്നു. ഇയാളെ വിശ്വസിക്കരുത്. ഇയാൾ ഈ പറയുന്നതല്ല. ആ സിറ്റി നശിപ്പിച്ചു. കാരണം ഡൽഹി സിറ്റി 10-30 വർഷം കൂടി ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഈ കാണുന്ന ഈ ആൾക്കാർ പറയുന്നതല്ലേ കേൾക്കുന്നുള്ളൂ. അധികം മലയാള പത്രങ്ങൾക്ക് കേജ്രിവാളിൻ്റെ അടുത്തുനിന്ന് ആക്സസ് ഒന്നുമില്ല. ഞാൻ ഈ ഡൽഹിയായിട്ടാണ്, എനിക്ക് പല രീതിയിലുള്ള ആക്സസ് ഉണ്ട്. കാരണം അയാളുടെ സുഹൃത്തുക്കളുമായിട്ടും അടുത്ത് ഇടപെടുന്നതിനായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അവരൊക്കെ പറഞ്ഞു തരുമല്ലോ ഓഫ് ദ റെക്കോർഡ്. അവർ പലതും പറഞ്ഞു. ഇപ്പോൾ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ പ്രശാന്ത് ഭൂഷണാണെങ്കിൽ, യോഗേന്ദ്ര യാദവ് ആണെങ്കിൽ, ആശിഷ് കേദന, പല നേതാക്കളുണ്ട്. ഇവർ ഓരോ ദിവസം കാണുമ്പോഴൊക്കെ കത്തി വെക്കും. അതിനകത്ത് ഓരോന്നും പറഞ്ഞു തരും. ഇയാളെ വിശ്വസിക്കാൻ. അപ്പോൾ അവസാനം CBIയുടെ രാഷ്ട്രീയത്തിനകത്ത് അപ്പോൾ CBI കാണിക്കാൻ പോവുക തീസസാരി കോർട്ടിൽ, ഡൽഹി ട്രയൽ കോർട്ടിൽ. എന്താ കാണിക്കാൻ പോകുന്നത്? ഇയാൾ ഈ മദ്യക്കച്ചവടക്കാരുമായിട്ട് നടത്തിയ കോൺവെർസേഷൻ മുഴുവൻ ഫേസ് ടൈമിലാണ് ആപ്പിളിൻ്റെ, ഐഫോണിൻ്റെ. അതാ ഇപ്പോഴാണ് ആപ്പിളിൻ്റെ, അതായത് ഐഫോൺ കാലിഫോർണിയയിൽ ആ കമ്പനി ഇത് ഇവർക്ക് കൊടുത്തു. അതിന് മുഴുവൻ ഡീറ്റെയിൽസ് കാരണം ഇൻക്ലൂഡിങ് പിക്ചർ, വീഡിയോ ഉൾപ്പെടെ. മനസ്സിലാക്കുക, നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ ഈ പറയുന്നത് ചില കാര്യങ്ങൾ വ്യക്തമായി സ്റ്റഡി ചെയ്യാതാണ്. കാരണം എന്തെങ്കിലും ആരെങ്കിലും വാട്സപ്പ് അത് പറയുന്നു, ഇത് പറയുന്നു, അത് പറയുന്നു. സോ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇന്ത്യൻ പൊളിറ്റീഷ്യനാനും പൊളിറ്റിക്സ് ആണെങ്കിലും, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും BJP ആണെങ്കിലും മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി, ഈ പാർട്ടിക്കകത്തൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ട് എല്ലാ രീതിയിലും. ഒരു നേതാവിന് എങ്ങനെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് എങ്ങനെയാണ് ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റിൽ എതിരായിട്ട് പറയുന്നത്, ഇലക്ഷനെതിരായിട്ട് പറയുക, അതിനൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ രാഹുൽ ഗാന്ധി പറയുകയാണ് ചൗക്കിദാർ ചോർ. എൻ്റെ അർത്ഥം എന്തോ? ഇന്ത്യൻ പ്രധാനമന്ത്രി കള്ളൻ എന്ന് പറഞ്ഞ ഒരേ ഒരാൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാഹുൽ ഗാന്ധി പൊട്ടൻ എന്ന് പറഞ്ഞത്. വേറെ ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റി ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എത്ര പ്രതിപക്ഷമാണെങ്കിലും ആരും പറഞ്ഞിട്ടില്ല. കാരണം എപ്പോഴും ബഹുമാനത്തോടു കൂടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുന്നത്. അതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിന് പ്രതിപക്ഷ പാർട്ടികൾ അതേ ബഹുമാനമുണ്ട്. അത് മുഴുവനും നശിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയെ. അയാളെ പറ്റി അന്ന് ഞാൻ പറഞ്ഞു ആൾ ശരിയല്ല. ഇത് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ സ്വഭാവത്തിലാണ് ഇയാൾ പെരുമാറുന്നത്. ഇന്ത്യയുടെ
ഏറ്റവും ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ നേതാവ് ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. ഇപ്പോൾ പല ആവർത്ത് തോറ്റു കഴിയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ബോധ്യമായി കാണും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. എത്രയോ കോൺഗ്രസ് നേതാക്കൾ എന്നോട് പറഞ്ഞു താൻ പറഞ്ഞത് സത്യമായിരുന്നു. ഇപ്പോൾ റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഫസ്റ്റ് ഹാൻഡിൽ കാണുന്ന പലതും ഇവരിതിൻ്റെ യാഥാർത്ഥ മുഖം അറിഞ്ഞിട്ടല്ല പറയുന്നത്. അതായത് ഫ്രീ ബീസും ബസ്സേൽ ഫ്രീയും അതും ഫ്രീ ഇതും ഫ്രീ. രാജ്യത്തെ നശിപ്പിച്ച് കളയുന്നത്. ആവശ്യമുള്ളവർക്ക് കൊടുക്കുക, ആവശ്യമുള്ളവർക്ക് പെൻഷൻ കൊടുക്കാവൂ. വാർദ്ധക്യകാല പെൻഷൻ ആണെങ്കിൽ പണമുള്ള ഒരാൾക്ക് പെൻഷൻ കൊടുക്കരുത്. സർവീസ് ചെയ്താൽ ഫൈൻ, അല്ലാതെ പെൻഷൻ കൊടുക്കരുത്. അതാണ് ഞാനും വിചാരിക്കുന്ന ഒരു പോളിസി. നിങ്ങളെ ഹെൽത്ത് ആണെങ്കിൽ പണമുള്ള ഹെൽത്ത് കാർഡ് കൊടുക്കുക, ഇൻഷുറൻസ് കൊടുക്കുക. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പിരിവെന്നും പറഞ്ഞ് നടത്തരുത്. ഇന്ത്യയിൽ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഫ്രീ എന്ന് പറയുന്ന സാധനം ലോകത്താരും തരത്തില്ല. ഇത് ഗവൺമെൻറ് ഇത് കൊടുക്കുമ്പോൾ ഒരു വലിയൊരു ജനത 140 കോടി ജനതയുടെ അതിൻ്റെ കടക്കൽ കത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ആ രാജ്യം പിന്നെ മുന്നോട്ടോ വലിയ പാടായിരിക്കും. ഇത് അറിഞ്ഞും ഇത് പഠിച്ചിട്ടാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അല്ല എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്ത് ആ വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം, അതേപോലെ വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി പ്രീണനം നടത്തുക. ഇതൊക്കെ ഇന്ത്യയുടെ ശരിക്കും ബേസിനെ ബാധിക്കും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും പ്രശ്നമുണ്ടായത്. ഇപ്പം പ്രശ്നമില്ലല്ലോ, കാരണം പ്രീണനം മാറിക്കഴിഞ്ഞാൽ പേടിയായി. നല്ലപോലെ ലീഗൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എവിടെ പോയി ബോംബ് ബ്ലാസ്റ്റ്. ഇപ്പോൾ BJP അവിടെ വന്ന് ഡൽഹി പോലീസ് കസ്റ്റഡി വന്നു കഴിഞ്ഞപ്പം ഈ പറയുന്ന മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റ് അവിടെ പോയി, പേടിയായി, അത്രയേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ ഒരു കള്ളനെ പിടിച്ച് വലിയ ആളായിട്ട് ചിത്രീകരിക്കുക, കാര്യങ്ങൾ അറിയാതെ ചിലപ്പോൾ ഇതിനകത്ത് മണ്ടത്തരം പറ്റാം. പക്ഷെ സ്ഥിരമായിട്ട് അയാൾ വലിയ മഹാനാണെന്ന് പറയുമോ? അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിന് പറ്റിയൊരു മീഡിയ പ്രവർത്തനമൊന്നുമല്ല. കേജ്രിവാൾ കള്ളൻ തന്നെയാണ്. അയാളുടെ ഫർദർ ലൈഫ് ജയിലിൽ തന്നെ പോകേണ്ട ഒരാളാണ്. അയാൾ ഒരു കാരണവശാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പറ്റിയ രാഷ്ട്രീയക്കാരനേ അല്ല. IRS പഠിച്ചു വന്ന കള്ളമറിയാവുന്ന മുടിഞ്ഞ കള്ളൻ തന്നെയാണ് അരവിന്ദ് കേജ്രിവാൾ.